ശ്രീകോവിലിന്റെ വാതിൽ എന്ന പേരിൽ സ്വർണം പൂശിയ വാതിലുകൾ കോട്ടയം ഇളംപള്ളി ധർമ്മശാസ്താ ക്ഷേത്രത്തിലെത്തിച്ച് പൂജ നടത്തി. ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപാണ് ക്ഷേത്രത്തിലെത്തിച്ചത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ, നടൻ ജയറാം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അഖിൽ കെ നമുക്കൊപ്പം. അഖിൽ കെ, പ്രവീൺ പുരുഷോത്തമനുമായി സംസാരിക്കുമ്പോൾ താൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. പുറത്തേക്ക് കൊണ്ടുപോയി പിന്നെയുള്ള കാര്യമൊന്നും ഉത്തരവാദിത്വമൊന്നും തന്റേതല്ല എന്ന് പറഞ്ഞയാൾ ഈ പരിപാടിയിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് അഖിൽ? ഈ പൂജ എത്ര സമയം അവിടെ നീണ്ടുനിന്നു എന്നാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജിയ, ഇത് 2019 മാർച്ച് 10-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതൊരു സ്വീകരണം നൽകലായിരുന്നു. അതിനോടൊപ്പം തന്നെ അതൊരു പുതിയ വാതിലായതുകൊണ്ട് അവിടെ ഒരു ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് ഒരു പൂജയും നടത്തിയിരുന്നു. അത് 2017-ൽ ഈ ക്ഷേത്രത്തിൽ വെച്ച് വഴി തന്നെ ഒരു മണി ശബരിമലയിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിന് പിന്നാലെയാണ് അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് വീണ്ടും ഒരു സ്വീകരണം നൽകുമെന്നത്. അന്ന് ഈ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ TK വാസുദേവൻ എന്ന് പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ആ ഒരു പീഠം സൂക്ഷിച്ചിരുന്ന വ്യക്തി, അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ ബന്ധു വഴിയാണ് ഈ വാതിലുകൾ ഇവിടേക്ക് എത്തുന്നത്. നമ്മളന്ന് പറഞ്ഞിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെടുന്ന അദ്ദേഹത്തിന്റെ ബന്ധു വഴിയാണ് നമ്മൾ നേരത്തെ ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടാണ്. അപ്പോൾ ഈ വാസുദേവൻ വഴി ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. അന്ന് അവിടെ ക്ഷേത്രത്തിൽ ഒരു സ്വീകരണവും ഒപ്പം തന്നെ ഒരു പൂജയുമാണ് നടത്തിയത്. ഈ ഒരു ഘോഷയാത്ര പോലെയാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും ഈ വാതിലുകൾ കൊണ്ടുപോയത്. അതിലാണ് അന്ന് ഈ കാണുന്ന പോലെ ജയറാമും അതുപോലെ തന്നെ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാറും ഒക്കെ തന്നെ പങ്കെടുക്കുന്നത്. അതിൽ ഈ ജയറാം തൊട്ടടുത്തായിരിക്കുന്നു അന്നത്തെ അവിടുത്തെ പള്ളിക്കത്തോട് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അങ്ങനെ എല്ലാവരും പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. അങ്ങനെ അത്തരത്തിൽ ആ വാതിലുകൾ, സ്വർണം പൂശിയ വാതിലുകൾ കൊണ്ടുവന്നത് ഗുരുവായൂരുള്ള ഒരു ആശാരിയാണ്. ഈ വാതിലുകൾ തേക്കിൽ പണിത ആ വാതിലുകൾ പണിതെന്നാണ്. അതിന് ശേഷമാണ് പിന്നീട് അത് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശി കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് വലിയ സ്വീകരണം അതിന് നൽകി. ആ സ്വീകരണം നൽകിയ ശേഷം ഒരു പൂജയും അവിടെ വെച്ച് നടത്തിയെന്നാണ് നമുക്ക് ഈ ക്ഷേത്രം ഭാരവാഹികളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം വലിയ ഘോഷയാത്രയായിട്ടാണ് ഇത് ശബരിമലയിലേക്ക് കൊണ്ടുപോയത്. ശബരിമലയിലേക്ക് എത്തുന്നവരെ ഇവർ അതിനെ അനുഗമിച്ചു എന്നുള്ള കാര്യം കൂടി ക്ഷേത്ര ഭാരവാഹികൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് 2019 മാർച്ച് മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ജയറാം പറയുകയും ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുജയ, വിവരങ്ങൾ നൽകിയത് അഖിൽ കെ ആണ്.